വീഴ്ത്തി, ഒറ്റ ഗോളിന് വീഴ്ത്തി, ഫെറാൻ ടോറസിനെ ഒറ്റ ഗോളിന് വീഴ്ത്തി അർഹിച്ച കിരീടം സ്പെയിൻ സ്വന്തമാക്കുന്നു. 2010 ശേഷം ആദ്യമായി ലോകത്തിന്റെ നെറുകയിലേക്ക് സ്പാനിഷ് ഫുട്ബോൾ ഉയരുകയാണ്. ഇതെന്തൊരു വിജയമാണ്! പോർച്ചുഗലിനെ, ഫ്രാൻസിനെ, ഏറ്റവും ഒടുവിൽ അർജന്റീനയെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് സ്പെയിൻ ഇതാ അക്ഷരാർത്ഥത്തിൽ എതിരാളികളെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് സ്പെയിൻ ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് എത്തുകയാണ്. ഒരിക്കൽ കൂടി എക്സ്ട്രാ ടൈമിൽ, ഒരു കലാശപ്പോരിന്റെ എക്സ്ട്രാ ടൈമിൽ അർജന്റീനയ്ക്ക് ദുരന്തമായി ഒരു വിന്നർ വന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി എക്സ്ട്രാ ടൈമിൽ 2014 മാരിയോ ഗോട്സെ എങ്കിൽ ഇപ്പോൾ ഫെറാൻ ടോറസ്. ഈ ലോകകപ്പിൽ ആന്ദ്രേസ് ഇനിയസ്റ്റ 2010 116 മിനിറ്റിൽ ആന്ദ്രേ ഇനിയസ്റ്റ എങ്കിൽ ഇന്ന് 2026 അതേ ഇനിയസ്റ്റയെ സാക്ഷിയാക്കി ഫെറാൻ ടോറസിന്റെ ഗോൾ. ആന്ദ്രേസ് ഇനിയസ്റ്റയെ സാക്ഷ്യമാക്കി അർജന്റീന ജർമ്മനി ഫൈനലിൽ മരിയോ ഗോട്സെ. ഇന്ന് ഇപ്പോൾ ഫെറാൻ ടോറസ് കണ്ണുനീർ വീഴ്ത്തിയ മരിയോ ഗോട്സെക്ക് പിന്നാലെ ഇപ്പോൾ ഫെറാൻ ടോറസ് ഇഞ്ചുറി ടൈമിൽ സ്പെയിനിന്റെ രക്ഷകനാകുന്നു. അർജന്റീനയുടെ വേദനയാകുന്നു. ലോകകപ്പിലുടനീളം പിന്തുടർന്ന ഭാഗ്യം ഏറ്റവും ഒടുവിൽ അർജന്റീനയെ കൈവിടുകയാണ്. 117ാമത്തെ മിനിറ്റിൽ മാത്രം മത്സരത്തിലെ ആദ്യ ഷോട്ട് ഉതിർക്കാൻ കഴിഞ്ഞ അർജന്റീന, ലിയോണൽ മെസ്സിയുടെ ലാസ്റ്റ് ഡാൻസ് നിർഭാഗ്യകരമായി കിരീടധാരണമില്ലാതെ മടങ്ങുകയാണ്. അപ്പോഴും മെസ്സിക്ക് അഭിമാനിക്കാം. മെസ്സിയുടെ ഈ മുന്നേറ്റം എന്ന് പറയുന്നത് 39ാം വയസ്സിലെ ഈ മുന്നേറ്റം അക്ഷരാർത്ഥത്തിൽ ഫുട്ബോൾ ലോകത്തെ, ഫുട്ബോൾ പണ്ഡിതരെ ഒക്കെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു മുന്നേറ്റമാണ്. പക്ഷേ സ്പെയിൻ 2024 യൂറോ കപ്പ് നേടിയ നിമിഷം മുതൽ തന്നെ ഈ ഒരു നിമിഷം സംഭവിക്കുമെന്ന് ഫുട്ബോൾ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. അന്ന് നിക്കോ വില്യംസും ലമീൻ യമാലും അക്ഷരാർത്ഥത്തിൽ ഫുട്ബോൾ ആരാധകരെ ഇളക്കിമറിച്ച പ്രകടനമായിരുന്നു. പിന്നീട് സ്പെയിൻ അല്പം താഴേക്ക് പോയി എങ്കിലും, പരിക്കുകൾ വേട്ടയാടിയെങ്കിലും, വിശ്വവേദിയിൽ ക്യാബോ വെർദെക്കെതിരെ ഒരു സമനിലയോടെ തുടങ്ങിയെങ്കിലും പിന്നീട് സ്പെയിനിന്റെ വരവർ ശ്രാവൺ നോക്കുക, കരുത്തരായ ടീമുകളെ ഒന്നിന് പിന്നാലെ ഒന്നായി. അർഹിച്ച ഒരു കിരീടമാണ്. ഈ സ്പെയിനിന്റെ വിജയത്തെ ആരും സംശയത്തോടെ നോക്കില്ല. ലോക ചാമ്പ്യന്മാരെ നിഷ്പ്രഭരാക്കി, നിശബ്ദരാക്കി, നിഴലുകളാക്കിയാണ് സ്പെയിൻ കിരീടം. ക്രിസ്ത്യാനോ റൊണാൾഡോ, അതോടൊപ്പം എംബാപ്പെ, ഇപ്പോൾ ലിയോണൽ മെസ്സിയും ഇതേ സ്പെയിൻ യുവനിരയ്ക്ക് മുന്നിൽ ഈ ലോകകപ്പിന് മുൻപ് നമ്മൾ ഒരുപക്ഷെ ചർച്ചകളിൽ ഉണ്ടായിരുന്ന സൂപ്പർ താരങ്ങളെ ഒന്നൊന്നായി നിഷ്പ്രഭമാക്കി ഒരു ടീം, ഒരു താരമല്ല, ഒരു ടീം. ഇതൊരു ടീമിന്റെ വിജയമാണ്. ഓർക്കുക, പോർച്ചുഗൽ, ബെൽജിയം, ഫ്രാൻസ്, അർജന്റീന ലോക ഫുട്ബോളിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച 4 എതിരാളികളെ നോക്കൌട്ടിൽ വീഴ്ത്തിയാണ് സ്പെയിൻ കിരീടത്തിലേക്ക് എത്തുന്നത്. 1970 ബ്രസീൽ പോലെ, 2002 ബ്രസീൽ പോലെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ആധികാരികമായ അർഹിക്കുന്ന കിരീടം ഇതിന്